Hello everyone, welcome back to my channel. ഇന്ന് നമ്മൾ RRB NTPC എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് കേട്ടോ. 16th മാർച്ചിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് കേട്ടോ. ഇത് GS ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും അടുത്ത് വരുന്ന വീഡിയോസ് തൊട്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാവേ. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആൻഡ് ഓൾസോ NTPC എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. Question is, who formed the group of 40 which is also known as Chahalgani in the Delhi Sultanate? Chahalgani എന്നറിയപ്പെടുന്ന the group of 40 ഫോം ചെയ്തത് ആരായിരുന്നു? ഇറ്റ് വാസ് ഷംസുദ്ദീൻ ഇൽതുത്മിഷ്. ആരായിരുന്നു? ഇൽതുത്മിഷ് ആണ് the group of 40 ചഹൽഗാനി എന്നറിയപ്പെടുന്ന group of 40 ഡൽഹി സുൽത്താനേറ്റിൽ ഫോം ചെയ്യുന്നത്. ആൻഡ് എന്താണ് ഈ ചഹൽഗാനി എന്ന് പറയുന്നത്? ഒരു 40 പവർഫുൾ ടർക്കിഷ് നോബിൾസ് അല്ലെങ്കിൽ സ്ലേവ്സ്. ഓക്കെ, 40 പവർഫുൾ ആയിട്ടുള്ള ടർക്കിഷ് നോബിൾസ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു 40 പവർഫുൾ ടർക്കിഷ് നോബിൾസിൻ്റെ ഗ്രൂപ്പിനെയാണ് എന്ത് ചഹൽഗാനി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഇൽതുത്മിഷിൻ്റെ മരണത്തിന് ശേഷം ഈ ചഹൽഗാനീസിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ പവർ ഭയങ്കരമായി കൂടുകയും അതൊരു മിസ്യൂസ് ചെയ്യപ്പെടുകയുണ്ടായി. ആൻഡ് ഫൈനലി ഈ ചഹൽഗാനീസിൻ്റെ പവറിനൊരു എൻഡ് ഇടുന്നത് ആരായിരുന്നു? ഇറ്റ് വാസ് എൻഡഡ് ഓർ ഇറ്റ് വാസ് ബ്രോക്കൺ ബൈ ബൽബാൻ. ആരാണ്? ഗിയാസുദ്ദീൻ ബൽബാനാണ് ചഹൽഗാനീസിന്റെ പവറിനൊരു എൻഡ് ഇടുന്നത്. ഓക്കെ, അപ്പൊ ചഹൽഗാനീസിനെ ഫോം ചെയ്യുന്നത് ഇൽതുത്മിഷ് ആണ് ആൻഡ് അത് എൻഡ് ചെയ്യുന്നത് ബൽബാനാണ്. ഓക്കെ, സോ ആൻഡ് ഓൾസോ നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റ് അല്ലെ, ഡൽഹി സുൽത്താനേറ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ്സ് കുത്തുബുദ്ദീൻ ഐബക്ക് അല്ലെ. കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് എന്ത് ഡൽഹി സുൽത്താനേറ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് കുത്തുബുദ്ദീൻ ഐബക്ക് ആണ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, if a file is already saved on a computer and you want to paste it to another location, which shortkeys are used? നമുക്കറിയാലോ, നമ്മളൊരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? അത് കോപ്പി ചെയ്യും. ആൻഡ് കോപ്പി ചെയ്യാനുള്ളത് എന്താണ് ഷോർട്ട് കീ? Ctrl+C. അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, Ctrl+C, എന്നിട്ട് Ctrl+V പേസ്റ്റ് ചെയ്യുന്നു അല്ലേ. Ctrl+C ചെയ്തതിനു ശേഷം Ctrl+V എന്ന് പറയുന്നതാണ് പേസ്റ്റ് ആണ്. നമുക്കറിയാം NTPC എക്സാംസിന് നമുക്ക് എന്താ കമ്പ്യൂട്ടർ പാർട്ടിൽ നിന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ കുറച്ച് ഷോർട്ട് കീസ് ഒന്ന് നോക്കി വെച്ചേക്ക് കേട്ടോ. ഏതൊക്കെയാന്ന് നോക്കിയേ. Ctrl+X എന്താണ്? കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. Ctrl+X എന്താണ്? കട്ടാണ്. ദെൻ C നമുക്കറിയാം, C കോപ്പിയാണ്. ഓക്കെ, ആൻഡ് V പേസ്റ്റ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. Ctrl+V എന്ന് പറയുന്നത് പേസ്റ്റ് ആണ്. ദെൻ Ctrl+S സേവ് ചെയ്യുന്നതാണ്. Ctrl+Z എന്താണ്? Z ഇസ് അൺഡു. Ctrl+Z ആണെങ്കിൽ അൺഡുവും, Y വരുമ്പോൾ റീഡും ആണ്. ഓക്കെ, Ctrl+Z അൺഡുവും, Ctrl+Y എന്ന് പറയുന്നത് റീഡും ആണ്. ദെൻ സെലക്ട് ഓളിനാണ് Ctrl+A. ഓക്കെ, Ctrl+A എന്ന് പറയുന്നത് സെലക്ട് ഓൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+A യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ഫേമസ് എക്കണോമിക് പോളിസി വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ അലാവുദ്ദീൻ ഖിൽജി? ഓക്കെ, ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു എക്കണോമിക് പോളിസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? ഇറ്റ്സ് മാർക്കറ്റ് കൺട്രോൾ പോളിസി. മാർക്കറ്റ് കൺട്രോൾ പോളിസിയാണ് അലാവുദ്ദീൻ ഖിൽജി ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ഫേമസ് എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ ദിസ് മാർക്കറ്റ് കൺട്രോൾ പോളിസി പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്? സ്ട്രിക്റ്റ് പ്രൈസ് കൺട്രോൾ കൊണ്ടുവന്നു അല്ലേ. മാർക്കറ്റ്സിൽ പ്രൈസ് കൺട്രോൾ കൊണ്ടുവരികയും അതുവഴി ഗൂഡ്സൊക്കെ ചീപ്പായിട്ട് ആർമിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ചീപ്പായിട്ട് ഗൂഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റ് പ്രൈസ് കൺട്രോൾ മാർക്കറ്റിൽ കൊണ്ടുവരികയായിരുന്നു മാർക്കറ്റ് കൺട്രോൾ പോളിസി വഴി. ആൻഡ് ഓൾസോ ഇത് നോക്കാൻ അല്ലെങ്കിൽ ഇതിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് കൺട്രോളർ ആരാണ്? ഇറ്റ്സ് ഷഹിനായി മന്ദി. ഓക്കെ, ഷഹിനായി മന്ദിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി തൻ്റെ മാർക്കറ്റ് കൺട്രോളർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ഷഹിനായി മന്ദിയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. In which hemisphere does the summer solstice occur around 21st June? ഇപ്പോൾ ജൂൺ 21st ടൈമിൽ ഏത് ഹെമിസ്ഫിയറിലാണ് സമ്മർ സോൾസ്റ്റേസ് ഉണ്ടാവുന്നത്? നമുക്കറിയാം സമ്മർ സോൾസ്റ്റേസ് എന്താണ്, അതായത് ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സമ്മർ സോൾസ്റ്റേസ് ഉണ്ടാവുന്നത്. മീൻസ് ഈ സണ്ണ് എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിന് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് പാരലായിട്ട് വരുന്ന ഒരു ടൈമിലാണ് സമ്മർ സോൾസ്റ്റേസ് ഉണ്ടാവുന്നത്. ആൻഡ് 21st ജൂണിന് ഏത് ഹെമിസ്ഫിയറിലാണ് നമുക്ക് സമ്മർ സോൾസ്റ്റേസ് ഉണ്ടാവുന്നത്? ഇറ്റ്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് 21st ജൂണിന് സമ്മർ സോൾസ്റ്റീസ് ഉണ്ടാകുന്നത്. എന്നാൽ സതേൺ ഹെമിസ്ഫിയറിൽ എന്നാണ്? ഡിസംബർ 21st. ഓക്കെ,
ഡിസംബറിലാണ് സതേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് സമ്മർ സോൾസ്റ്റീസ് ഉണ്ടാകുന്നത്. സതേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ 21 ഡിസംബറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് 21 ജൂണിന് സമ്മർ സോൾസ്റ്റീസ് ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ഈ 2 ഡേയ്സും ഓക്കെ, ഈ 2 ഡേയ്സിലുമാണ് അവരുടെ ലോങ്ങസ്റ്റ് ഡേ ഉണ്ടാകുന്നത്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡേ അപ്പോൾ എന്നാണ് 21 ജൂണിലും, സതേൺ ഹെമിസ്ഫിയറിൻ്റെ ലോങ്ങസ്റ്റ് ഡേയ്സ് ഓൺ ഡിസംബർ 21 ആൻഡ് ലോങ്ങസ്റ്റ് ഡേ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഡെഫിനറ്റ്ലി അപ്പർ സൈഡിൽ എന്താണ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് സമ്മർ സോൾസ്റ്റേസ് ആയിരിക്കുന്ന ടൈമിൽ സതേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും വിൻ്റർ സോൾസ്റ്റേസ് ആയിരിക്കും അല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആകുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സോൾസ്റ്റേസും ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ അല്ലേ അത്? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ജൂലൈ 2025 വിച്ച് കൺട്രി അൺവീൽഡ് ഇറ്റ്സ് മോസ്റ്റ് പവർഫുൾ നോൺ ന്യൂക്ലിയർ ബോംബ് കോൾഡ് ഗസാപ്പ്. ഗസാപ്പ് എന്ന് പറയുന്ന നോൺ ന്യൂക്ലിയർ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ബോംബ് ഏത് കൺട്രിയാണ് 2025 റിവീൽ ചെയ്യുന്നത്? ഇറ്റ് വാസ് ടർക്കി. ഏത് കൺട്രിയാണ്? ടർക്കിയാണ്. അപ്പോൾ ടർക്കിയാണ് ഗസാപ്പ് എന്ന് പറയുന്ന നോൺ ന്യൂക്ലിയർ ബോംബ് അൺവീൽ ചെയ്യുന്നത്, ടർക്കി ആണ്. ആൻഡ് ഓൾസോ നമ്മൾ നോക്കി വെക്കേണ്ട ഒന്നുകൂടി ഉണ്ട് കേട്ടോ, ടൈഫൂൺ. ഏതാണ്? ടൈഫൂൺ ബ്ലോക്ക് 4. ഇതും ടർക്കിയുടെ ഒരു മിസൈലാണ് കേട്ടോ. ടൈഫൂൺ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ടർക്കി ഫോം ചെയ്ത ഒരു മിസൈലാണ് ടൈഫൂൺ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇനി നോക്കിയാൽ ഈ ഗസാപ്പ് ബോംബിൻ്റെ വെയിറ്റ് എത്രയാണ് വരുന്നത്? അറൗണ്ട് 970 kg. അറൗണ്ട് 970 kg ആണ് ഒരു ഗസാപ്പ് ബോംബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഗസാപ്പ് മീൻസ് റത്ത്. ഓക്കെ, റത്ത് ആണ് ടർക്കിഷ് ലാംഗ്വേജിൽ. ഗസാപ്പ് എന്നതിൻ്റെ അർത്ഥം എന്താ? റത്ത്. നമുക്കറിയാം എന്താ, ഒരു ആങ്കർ, ഒരു ഹൈ ആങ്കർ, അല്ലെങ്കിൽ എല്ലാം നശിക്കുന്ന അത്രയും ഒരു ആങ്കർ അല്ലേ, അതാണ് നമ്മുടെ റത്ത് എന്ന് പറയുക. അപ്പോൾ ഗസാപ്പ് മീൻസ് റത്ത് ഇൻ ടർക്കിഷ് ലാംഗ്വേജിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് ദി ഫസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ടു യൂസ് AI ടെക്നോളജി ഫോർ റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ്. കോർട്ട് പ്രൊസീഡിങ്സിനെ റെക്കോർഡ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ, ഓക്കെ, നമ്മൾ പറയുന്ന കാര്യം ട്രാൻസ്ക്രൈബ് ചെയ്യാനും AI ടെക്നോളജി യൂസ് ചെയ്ത ഫസ്റ്റ് ഹൈക്കോർട്ട് ഏതാണ്? ഇറ്റ്സ് കേരള ഹൈക്കോർട്ട്. ഇതാണ് കേരള ഹൈക്കോർട്ടാണ് AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് കോർട്ട് പ്രൊസീഡിങ്സ് റെക്കോർഡും ട്രാൻസ്ക്രൈബും ചെയ്യാൻ യൂസ് ചെയ്ത ഫസ്റ്റ് വൺ. ആൻഡ് ഓൾസോ ഈ ഹൈക്കോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എറണാകുളത്താണ്. നമുക്കറിയാം എറണാകുളം കേരളത്തിലെ കൊച്ചിയിലാണ് കേരള ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1 November 1956. കേരളം ഫോം ആയ ഡേ തന്നെയാണ് അല്ലേ, 1 November 1956 തന്നെയാണ് കേരള ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ടീം ഡിഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഡിഫീറ്റ് ഇൻ ദി ഫൈനൽ ഓഫ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി? 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഏത് ടീമിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചാമ്പ്യൻസ് ആവുന്നത്? ന്യൂസിലൻഡ് അല്ലേ. ന്യൂസിലൻഡിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചാമ്പ്യൻസ് ആവുന്നത്. ആൻഡ് ഓൾസോ ഇത് എവിടെയാണ് നടന്നതെന്ന് നോക്കിയിട്ട് ഇറ്റ് വാസ് കണ്ടക്റ്റഡ് അറ്റ് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. എവിടെയായിരുന്നു? ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കളി നടക്കുന്നത്. ആൻഡ് ന്യൂസിലൻഡിനെ ഡിഫീറ്റ് ചെയ്യുന്നു അല്ലേ. ആൻഡ് നമ്മൾ 2026 T20 വേൾഡ് കപ്പ്, റൈറ്റ്, 2026 T20 വേൾഡ് കപ്പിൽ നമ്മൾ ഇന്ത്യ ന്യൂസിലൻഡിനെയാണല്ലേ ഡിഫീറ്റ് ചെയ്യുന്നത്. ഇന്ത്യ ആരാണ്? ന്യൂസിലൻഡിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് T20 വേൾഡ് കപ്പും നമ്മൾ സ്വന്തമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മാഗസീൻ യങ് ഇന്ത്യ വാസ് പബ്ലിഷ് ബൈ ഹൂം? മാഗസീൻ ആണ്. ഓക്കെ, മാഗസീൻ യങ് ഇന്ത്യ പബ്ലിഷ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. എന്നാൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. യങ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഇറ്റ് വാസ് റിട്ടൺ ബൈ ലാലാ ലജ്പത് റായ്. ഓക്കെ, ലാലാ ലജ്പത് റായ് ആണ് യങ് ഇന്ത്യ ബുക്ക് എഴുതുന്നത്. എന്നാൽ ദ മാഗസീൻ യങ് ഇന്ത്യ വാസ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് വാസ് പബ്ലിഷ് ബൈ മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, മഹാത്മാഗാന്ധിയാണ് യങ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മഹാത്മാഗാന്ധിയുടെ മറ്റൊരു വീക്ക്ലി മാഗസീൻ ഏതായിരുന്നു? ഹരിജൻ അല്ലേ. പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ, ഹരിജൻ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ തന്നെ ഒരു വീക്ക്ലി മാഗസീനാണ് ഇത്, ഹരിജൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ? മെന്നിനും വിമണിനും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 39D ആണ്. ഓക്കെ,
ആർട്ടിക്കിൾ 39D ആണ്. ആർട്ടിക്കിൾ 39D ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് 42nd അമെൻമെൻറ്റ് ആക്ട് കേട്ടോ. ഇറ്റ് വാസ് 42nd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ആൻഡ് ഇതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെ തൊട്ടാണ്? ആർട്ടിക്കിൾ 36 to 51 വരുന്നത് എന്താണ്? DPSP ആണ് അല്ലേ. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് DPSP വരുന്നത്. ഫ്രം ആർട്ടിക്കിൾ 36 to ആർട്ടിക്കിൾ 51 അല്ലേ. ആർട്ടിക്കിൾ 36 to ആർട്ടിക്കിൾ 51 ആണ് DPSP വരുന്നത്. ആൻഡ് ഓൾസോ ഈ DPSP നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് ബോറോ ചെയ്യുന്നത്? ഇറ്റ് വാസ് ഫ്രം അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP നമ്മൾ ബോറോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ലാംഗ്വേജ് വാസ് ദ ഏൻഷ്യൻറ്റ് സംഗം ലിറ്ററേച്ചർ പ്രൈമർലി റിട്ടൺ? ഏത് ലാംഗ്വേജിലായിരുന്നു സംഗം ലിറ്ററേച്ചർ എഴുതിയത്? സൗത്ത് ഇന്ത്യയുടേതാണ് അല്ലേ സംഗം ലിറ്ററേച്ചർ, സൗത്ത് ഇന്ത്യയുടേതാണ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ തമിഴ് ലാംഗ്വേജ്. തമിഴിലെ സംഗം ലിറ്ററേച്ചർ തമിഴിലാണ് എഴുതിയേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് നോൺ ലിറ്ററേച്ചർ. ഈ തമിഴിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് നോൺ ലിറ്ററേച്ചർ ഏതാണ്? സംഗം ലിറ്ററേച്ചർ ആണ്. ഓക്കെ, തമിഴിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് ലോൺ ലിറ്ററേച്ചർ ആണ് സംഗം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സംഗം വർക്ക്സ് ഒന്ന് നോക്കിയേ. സംഗം ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഗം വർക്ക്സ് ഒന്ന് നോക്കിക്കേ. ഏതൊക്കെയാ? തോൽക്കപ്പിയം. ഏതാണ്? തോൽക്കപ്പിയം, എട്ടുതൊകൈ ആൻഡ് പട്ടുപട്ടു. ഏതൊക്കെയാ? തോൽക്കപ്പിയം, എട്ടുതൊകൈ ആൻഡ് പട്ടുപട്ടു. ഓക്കെ, സംഗം വർക്ക്സ് ആണ്. ഓക്കെ, നോക്കിയേ. അണ്ടർ വിച്ച് ആക്ട് വാസ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന CAT, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇത് ആക്ട് ആണ്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് ഓഫ് 1985. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് ഓഫ് 1985 വഴിയാണ് CAT ആയിട്ടുള്ള സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിളാണ്? 323A. ഓക്കെ, ആർട്ടിക്കിൾ 323A വഴിയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ 323A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്? ഇറ്റ് വാസ് ത്രൂ 42nd മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്നറിയപ്പെടുന്ന 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 വഴിയാണ്. 1976 വഴിയാണ് ആർട്ടിക്കിൾ 323A നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ എന്താ പ്രിൻസിപ്പൽ ബെഞ്ച് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അത് നമുക്കറിയാം. ഇതിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് എവിടെയാണ് വരുന്നത്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സർവീസസ് ബിലോങ് ടു വിച്ച് സെക്ടർ ഓഫ് ദി എക്കോണമി? ഈസി അല്ലേ സർവീസസ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സെക്ടറും റിലേറ്റഡ് എക്കണോമിക്സിൽ. അപ്പോൾ സർവീസസ് ബിലോങ് ടു വിച്ച് സെക്ടർ ഓഫ് ദി എക്കോണമി? നമുക്കറിയാം ടെർഷ്യറി സെക്ടർ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദി സർവീസ് സെക്ടർ എന്നാണ് അല്ലേ. ടെർഷ്യറി സെക്ടറിനെ അറിയപ്പെടുന്നത് തന്നെ എന്താണ്? സർവീസ് സെക്ടർ എന്നാണ് അല്ലേ. നമുക്ക് എത്രയാണ്? നമുക്ക് 3 സെക്ടേഴ്സ് ആണല്ലേ. എക്കോണമിയുടെ 3 സെക്ടേഴ്സ് ആണ് വരുന്നത്. പ്രൈമറി, ടെർഷ്യറി ആൻഡ് സെക്കൻഡറി അല്ലേ. പ്രൈമറി, ടെർഷ്യറി ആൻഡ് സെക്കൻഡറി. ഇതിൽ അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പ്രൈമറി സെക്ടറിൽ വരുന്നത്. ദെൻ മാനുഫാക്ചറിങ് അല്ലേ. മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നതാണ് ഇത് സെക്കൻഡറിയിലാണ്. നമുക്ക് മാനുഫാക്ചറിങ് ഒക്കെ വരുന്നത് എവിടെയാണ്? സെക്കൻഡറി സെക്ടറാണ്. ആൻഡ് ഓൾ സർവീസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ടെർഷ്യറി സെക്ടർ. അതുകൊണ്ട് തന്നെയാണ് അതിന് സർവീസ് സെക്ടർ എന്ന് പറയുന്നത് അല്ലേ. ടെർഷ്യറി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് ആസ് സർവീസ് സെക്ടർ. ഓക്കെ, സോ എന്തായാലും ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ഓക്കെ, ആൻഡ് ദ വിച്ച് സെക്ടർ റെക്കോർഡഡ് ദ ഹയസ്റ്റ് ഗ്രോത്ത് ഇൻ ഇന്ത്യസ് GDP ആഫ്റ്റർ ദ 1991 എക്കണോമിക്സ് റീഫോം? നമുക്കറിയാം 1991 എക്കണോമിക്സ് റീഫോം കാരണം സർവീസ് സെക്ടറാണ് ഇന്ത്യയിൽ ബൂം ചെയ്യുകയുണ്ടായത് അല്ലേ. ഏതാണ്? സർവീസ് സെക്ടറാണ് ഇപ്പോഴും കറൻ്റ്ലി GDPയിലെ ഹയസ്റ്റ് എന്താ പറയുക ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഏതാണ്? സർവീസ് സെക്ടറാണ് അല്ലേ. GDPയിൽ ഏറ്റവും ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് സർവീസ് സെക്ടറാണ്. അപ്പോൾ ഏത് സെക്ടറിനാണ് ആ ഒരു ഗ്രോത്ത് ഉണ്ടായത് ആഫ്റ്റർ 1991? എന്തായിരുന്നു 1991 എക്കണോമിക് റീഫോംസ്? LPG അല്ലേ. LPG എവിടെ? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആയിരുന്നു 1991 ആ ഒരു എക്കണോമിക് റീഫോം എന്ന് പറയുന്നത്. ആൻഡ് അതുവഴിയാണ് സർവീസ് സെക്ടർ ഇന്ത്യയിൽ ബൂം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ LPG നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് ഗവൺമെൻറ് ആയിരുന്നു? ആരായിരുന്നു PM? ഇറ്റ് വാസ് PV നരസിംഹറാവു. PV നരസിംഹറാവു ആയിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. PV നരസിംഹറാവു ആയിരുന്നു. ആൻഡ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു 1991 എക്കണോമിക് റീഫോംസിൻ്റെ ടൈമിൽ? ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു എന്ന് നോക്കണേ. ഇറ്റ് വാസ് മൻമോഹൻ സിംഗ്. ഓക്കെ, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു
മൻമോഹൻ സിംഗ് ആയിരുന്നു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ടൈമിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ലെഡ് ദ ഫേമസ് ബർദോളി സത്യാഗ്രഹ? നമുക്കറിയാം ബർദോളി സത്യാഗ്രഹ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹ ലെഡ് ചെയ്യുന്നത്. എൻ്റെ ഏത് ഇയറിലായിരുന്നു? 1928. ഇയർ നോക്കി വെക്കുക. ബർദോളി സത്യാഗ്രഹ 1928 എവിടെയായിരുന്നു നടന്നത്? ഗുജറാത്തിൽ അല്ലെ. എവിടെയായിരുന്നു? ഗുജറാത്തിൽ 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. ആൻഡ് ഇറ്റ് വാസ് എ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഇൻക്രീസ് ഇൻ ലാൻഡ് റവന്യൂ ടാക്സസ്. ഓക്കെ, ബ്രിട്ടീഷ് ഇമ്പോസ് ചെയ്ത ലാൻഡ് റവന്യൂ ടാക്സസിന് എതിരെയുള്ള ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു എന്ത്? ബർദോളി സത്യാഗ്രഹ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ബർദോളി സത്യാഗ്രഹയുടെ സക്സസിന് ശേഷം ആണ് നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്നൊരു ടൈറ്റിൽ, റൈറ്റ്, സർദാർ എന്നൊരു ടൈറ്റിൽ കിട്ടുന്നത് ഈ ബർദോളി സത്യാഗ്രഹയ്ക്ക് ശേഷമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗിവൺ ബൈ മഹാത്മാഗാന്ധി. ഓക്കെ, മഹാത്മാഗാന്ധിയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന സർദാർ എന്ന ടൈറ്റിൽ കൊടുത്തത് മഹാത്മാഗാന്ധിയാണ്. ആൻഡ് ദി സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? അയൺ മാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ആൻഡ് മഹാത്മാഗാന്ധിക്ക് ആരായിരുന്നു? മഹാത്മാ എന്ന ഈ മഹാത്മാ ടൈറ്റിൽ മഹാത്മാഗാന്ധിക്ക് കൊടുത്ത ആരാന്നറിയോ? മഹാത്മാ ടൈറ്റിൽ ഇറ്റ് വാസ് രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ ആണ് മഹാത്മാഗാന്ധിക്ക് മഹാത്മാ എന്ന ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബിൽ ഫൈനലി ബിക്കംസ് ആൻ ആക്ട് ആഫ്റ്റർ ദ അസെന്റ് ഓഫ് ഹൂം? ഓക്കെ, ഒരു ബില്ല് നമ്മുടെ പാർലമെന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യസഭയും ലോക്സഭയും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ അസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ലോ ആയിട്ട് അല്ലെങ്കിൽ അതൊരു ആക്ട് ആയിട്ട് പാസ്സാവുകയുള്ളൂ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അസെന്റിന് ശേഷം മാത്രമായിരിക്കും ഒരു ബില്ല്, ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് പാസ്സാവുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അസെന്റിന് ശേഷം മാത്രമായിരിക്കും അല്ലേ. ആൻഡ് ഇത് പറയുന്ന ഏത് ആർട്ടിക്കിളാണ് നമ്മുടെ പ്രസിഡന്റിന്റെ അസെന്റ് വേണം ഒരു ബില്ല് ലോ ആവാൻ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 111 ആർട്ടിക്കിൾ 111 പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബില്ല് പാസ്സാവുകയുള്ളൂ, ഒരു ബില്ല് ആക്ട് ആയിട്ടോ ലോ ആയിട്ടോ പാസ്സാവുകയുള്ളൂ എന്ന് പറയുന്നത് അല്ലേ. ഈ പ്രസിഡന്റിന് ഈ ബില്ല് പാസ്സായി, അതായത് പാർലമെന്റിൽ നിന്നിട്ടും പാസ്സായി വന്നതിന് ശേഷം പ്രസിഡന്റിന് സ്വന്തമായി കുറച്ച് വീറ്റോ പവേഴ്സ് ഉണ്ട് അല്ലേ. എയ്തർ ഹി ക്യാൻ ഗീവ് അസെന്റ്, അല്ലെങ്കിൽ ആ വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബില്ല് റിട്ടേൺ ചെയ്യാം. ഇങ്ങനെ കുറച്ച് വീറ്റോ പവേഴ്സ് നമ്മുടെ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഈ ബില്ല് നമുക്ക് വീണ്ടും ഒന്നും കൂടി തവണ നമുക്ക് എന്താ പാർലമെന്റിൽ നിന്ന് പാസ്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന് അതിന് അസെന്റ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, ഒരു തവണയും കൂടി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രസിഡന്റിന് അസെന്റ് കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ നമുക്ക് ഏത് ബില്ലിന്റെ കാര്യത്തിലാണ് വീറ്റോ പവർ ഇല്ലാത്തത്? പ്രസിഡന്റിന് വീറ്റോ പവർ ഇല്ലാത്തത് ഏത് ബില്ലിലാണ്? മണി ബിൽ. ഓക്കെ, മണി ബില്ലിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന് വീറ്റോ പവർ ഇല്ല. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഞാൻ ഡെഫിനറ്റ്ലി അടുത്ത വരുന്ന വീഡിയോസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യോട്ടോ, എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യോട്ടോ. സോ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.